ശരിക്കും നസ്രാണികൾക്ക് ചെപ്പേട് വഴി 72 ആനുകൂല്യങ്ങൾ കൊടുത്തു. അതിലൊന്നാണ് ഈ ഇല മടക്കി വിടാവുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമസ്കാരം. ക്രിസ്മസിൻ്റെ സമയമാകുമ്പോഴത്തേനെ ഈ പടക്കം പൊട്ടിക്കുന്നതും കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അതെല്ലാം നമ്മുടെ മനസ്സിൽ വരും. അതേപോലെ തന്നെ നല്ല സദ്യ. അതിന് പലരും പല പേരുകളാണ് പറയുന്നത്. നസ്രാണി സദ്യ എന്ന് പറയുന്നവരുണ്ട്, അച്ചായൻ സദ്യ എന്ന് പറയുന്നവരുണ്ട്. അപ്പം നമ്മളൊരു നസ്രാണി സദ്യ കഴിക്കാനായിട്ട് പാലായിലെത്തി. പാലായിൽ നസ്രാണി തറവാടിലാണ് വന്നിരിക്കുന്നത്. നസ്രാണി തറവാടിൻ്റെ നെടുന്തൂണെന്ന് വേണേൽ പറയാം. ട്രീസ ചേച്ചിയിലൂടെയാണ് നമ്മൾ ഇപ്രാവശ്യം. ട്രീസ ചേച്ചി നമുക്ക് വേണ്ടി ഒരു നസ്രാണി സദ്യയാണ് ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്യുന്നത്. നസ്രാണി സദ്യ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തും നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ സുറിയാനി കല്യാണങ്ങൾക്കൊക്കെ പറയാൻ എല്ലാ വെജിറ്റേറിയൻ ഡിഷസും കാണും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോൺ വെജ് വിഭവങ്ങളുണ്ട്. പണ്ട് കാലത്ത് രാജാവിനും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ആൾക്കാർക്ക് 2 ഇലയാണ് ഇടുന്നത്. അന്നേരം ഒരു പ്രാവശ്യം കാനാത്തോമ്മ രാജാവിലൂടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു മന്ത്രിക്ക് വാസ് ഇൻ ചാർജ് ഓഫ് ദ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് കാനാത്തോമ്മന് 1 ഇലയും രാജാവിന് 2 ഇലയും മറ്റുള്ളവർക്കില്ല 2 ഇട്ടു. അന്നേരം കാനാത്തോമ്മൻ അത് മനസ്സിലാക്കി അതങ്ങനെ തോന്നാതിരിക്കാൻ ആ ഒരു സൈഡ് അങ്ങ് മടക്കി, എന്നാൽ 2 ഇല പോലെ തോന്നാൻ. അത് രാജാവ് അത് കാണുകയും അത് അവസാനം അതൊരു നസ്രാണിക്കൊരു പദവിയായിട്ട് കൊടുക്കുകയും ചെയ്തു. അതിപ്പോഴും നസ്രാണി മാത്രമേ അത് അങ്ങനെ അപ്പോൾ നമ്മൾ ഈ സദ്യയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മട്ട റൈസ് തന്നെയാണോ? അതെ അതെ, ഇവിടെ കുത്തലരി എന്ന് പറയും. അത് മറ്റ അരിയാണ്, അത് തന്നെ ഉപയോഗിക്കുന്നത്. അതാണല്ലോ നമ്മുടെ തനി നാടൻ. അതാണ് പല കറികളുടെ കൂടെയും പെയർ ചെയ്ത് പോകുന്നത്. ഇന്ന് ഞാൻ സദ്യക്ക് മട്ടനാടിൻ്റെ കുത്തലരിയാണ് ഉപയോഗിക്കുന്നത്. ഈ നസ്രാണി സദ്യയിൽ നോൺ വെജ് ഐറ്റംസ് നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം? നോൺ വെജ് ആയിട്ട് ഞങ്ങൾ സാധാരണ കൊടുക്കുന്നത് ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ പീര. ബിക്കോസ് പ്രത്യേകിച്ച് ഈ സൈഡിലോട്ട് പണ്ട് കാലത്ത് പച്ച മീൻ കിട്ടാൻ പാടായിരുന്നുകൊണ്ടായിരിക്കണം ഉണക്ക ചെമ്മീൻ എപ്പോഴും ഒരു പീര ഉണ്ടായിരുന്നു. പിന്നെ ഇറച്ചി ഒലത്ത്, പോത്തിറച്ചി ഒലത്തിയത്, പിന്നെ മീൻ പറ്റിച്ചത്. അതിൽ തേങ്ങ ചേർക്കുന്നതാണോ? തേങ്ങ ഇല്ല, അത് ഇല്ല. ജസ്റ്റ് ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിട്ട് കുടംപുളി, മഞ്ഞൾപ്പൊടി ഇട്ട് കുടംപുളിയുടെ വെള്ളം കുടംപുളി ഒഴിച്ച് വേവിച്ചെടുക്കുന്നത്. ഇറ്റ്സ് ഭയങ്കര നല്ലൊരു വെരി ലൈറ്റ് ഓൺ യുവർ സ്റ്റമക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ വിളമ്പി കഴിയുമ്പോഴാണ് മീൻ പൂസ് തുടങ്ങുന്നത്. അതൊരു മീനായിരിക്കും വിത്ത് സലാസ്. ഞാനിപ്പോൾ കൊടുക്കുന്ന ഒരു ഇന്ത്യൻ ക്രം ഫ്രൈഡ് വേർഷൻ. ക്രം ഫ്രൈഡ് ഫിഷ് ഫ്രൈ. അപ്പോൾ അതിനകത്ത് ബ്രെഡ് ക്രംസ് ആണല്ലേ? ബ്രെഡ് ക്രംസ് അതൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ കൂടെ സാലഡ് ഉണ്ട് കേട്ടോ. മുള്ളൊന്നും ഇല്ലാതെ ഫില്ലയായിട്ട് ചെയ്തിരുന്ന മോദയിൽ ഇത്തിരി സ്പൈസി ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ആ ഫിഷിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. കഴിയുമ്പോൾ ആ ഫിഷ് ടേസ്റ്റ് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഫിഷി എന്ന് ചിന്തിക്കേണ്ട, അതിൻ്റെ റൈറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ബാറ്റർ അതിൻ്റെ പുറത്തുകൂടെ, ബാറ്ററല്ല ക്രംസ് അതിൻ്റെ പുറത്തുകൂടെ ലൈറ്റ് കോട്ടിങ് ആയിട്ട് ഇപ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഒരു പാലപ്പവും സ്റ്റൂ, ആട്ടിറച്ചി സ്റ്റൂ, മട്ടൺ സ്റ്റൂ ആണ്. നന്നായിട്ട് ചാറൊക്കെ ഒഴിച്ചിട്ട് സ്റ്റൂവിൻ്റെ ആ ഗ്രേവി ഒഴിച്ചിട്ട് അത് അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ളത്. ഇതാ പണ്ട് മമ്മിയൊക്കെ വീട്ടിൽ സ്റ്റൂ ഉണ്ടായി. മമ്മിക്ക് ഇപ്പോഴും വല്ലപ്പോഴൊക്കെ മമ്മിക്ക് മേല, അതുകൊണ്ട് മമ്മി അധികം ഉണ്ടാക്കാറില്ല. ആ സ്റ്റൂവിൻ്റെ ടേസ്റ്റ്. താങ്ക് യു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ കൊടുക്കുന്നത് ചിക്കൻ റോസ്റ്റ്, അല്ലെങ്കിൽ ചിലപ്പം ഡക്ക് റോസ്റ്റ് ആയിരിക്കും. ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തേ, അതിൻ്റെ കൂടെ ആ റോസ്റ്റിൻ്റെ മസാല കൂടെ കൂട്ടിയെടുത്തേ. അത് സവോളയൊക്കെ ചേർന്നിട്ടുണ്ടാവണം. കഴിച്ച് നോക്കട്ടെ. നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ കിട്ടുന്ന ഒരു ടേസ്റ്റ് അല്ല, വളരെ ഡിഫറെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ചോറ് വിളമ്പിയിട്ട് അതിൻ്റെ കൂടെ സാമ്പാർ, പരിപ്പ്, നെയ്യും, ബാക്കി മോരുണ്ട്, അതെല്ലാം കൂടെ കൂട്ടി മറ്റു കാര്യങ്ങളെല്ലാം കൂട്ടി ഭക്ഷണം കഴിക്കുക. നമ്മുടെ കുത്തരി, ഞങ്ങളുടെ വീട്ടിൽ കുത്തരി എന്ന് പറയും. കുത്തരി അല്ലെന്നുണ്ടെങ്കിൽ മട്ടേരി എന്ന് പബ്ലിക്കായിട്ട് എല്ലാവരും പറയുന്ന ആക്സെപ്റ്റഡ് ആയിട്ടുള്ള വേർഡാണ് മട്ടേരി എന്നുള്ളത്. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലും മട്ടനാടിൻ്റെ മട്ടേരിയാണ്. അത് ശരി. നല്ല കുത്തരി, അതിൽ പപ്പടം പൊട്ടിച്ച് പരിപ്പും നെയ്യും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടെ കൂട്ടി ഒരു കൈ വേണം. ഇതിന് ഇതൊരു സന്തോഷമുണ്ട്. വേറെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഉണ്ടാലേ മലയാളി ഉള്ളൂ എന്നാണ്. നമ്മൾ അടിപൊളിയൊരു നസ്രാണി സദ്യ കഴിച്ചു. ചേച്ചിയുടെ പാചകം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
നിറഞ്ഞു മനസ്സ് വയറും. താങ്ക് യു. അടിപൊളി. അപ്പം ഹാപ്പി ക്രിസ്മസ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമുക്ക് സന്തോഷമായിട്ട് അങ്ങോട്ട് പോകാമെന്നേ ഒന്നിച്ച്. ബൈ.